നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 550th day. ടുഡേ പ്രഥമസ്കന്ധം 2nd chapter 21st ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 550ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഓം തത്സത്. വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഓം തത്സത്. പറയുകയാണ്, ഈ ഭഗവത് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ ആ ഭഗവത് ജ്ഞാനം, അതായത് ആത്മാവാണോ ശരീരമാണോ നമ്മെ നിലനിർത്തുന്നത് ഈ ശരീരമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ജീവനെയും നിലനിർത്തുന്ന ആ പരമാത്മാവിൻ്റെ അംശമാണോ എന്നുള്ള ആ ജ്ഞാനം നമുക്ക് ശരിക്ക് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ സംശയവും നശിക്കുന്നു. ഹൃദയഗ്രന്ഥി വിദ്യത എന്നാൽ നമ്മുടെ ആ ഹൃദയത്തിലുള്ള സർവേശ്വരനായ ഭഗവാൻ തന്നെയാണ് ആത്മാവ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ അജ്ഞാനങ്ങളും നശിക്കുന്നു. എപ്പോൾ ആ അറിവ് ഉണ്ടാകുന്നുവോ അപ്പോൾ നമ്മുടെ ഞാൻ എന്നുള്ള അഹങ്കാരം, അഹംബോധം ഇല്ലാതാവുകയും ഞാൻ എന്ന ആ അദ്വൈതമായ ഭഗവത് അഹം സർവസ്യ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ബോധം നമ്മിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്രകാരം നമ്മുടെ അജ്ഞാനത്തെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ പ്രാരബ്ധം കൊണ്ട് കർമ്മം ചെയ്യുന്നു എന്നല്ലാതെ ആ കർമ്മങ്ങളൊന്നും നമ്മെ ബാധിക്കുകയില്ല. കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുകയും ആ ആത്മാവായിട്ടുള്ള ഈശ്വരനെ തന്നെ ദർശിച്ചുകൊണ്ട് മുക്തിപ്രദമായ ജീവിതം നയിക്കുവാൻ ഇടവരുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ അവസ്ഥയെ തന്നെയാണ് മോക്ഷം എന്ന് മഹാത്മാക്കൾ പറയുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവത് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാവുന്നു. ആ കർമ്മത്തോടുള്ള ബന്ധനത്തിൽ നിന്നും നാം മോചിതരാകുന്നു. പിന്നീട് നമ്മളെ ഒരു കാര്യവും, ഈ ലൗകികമായിട്ടുള്ള ഒരു ബന്ധവും നമ്മെ ബാധിക്കുകയില്ല. നമ്മൾ ആ പരമാത്മാവിൽ തന്നെ ലയിച്ചുകൊണ്ട് പരമാനന്ദത്തോടെ ജീവിക്കുവാൻ ഇടവരും. എപ്പോഴാണോ ആ ആത്മസ്വരൂപത്തെ അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ആത്മസ്വരൂപത്തിലേക്കുള്ള ഭക്തിയിലൂടെ ആത്മസ്വരൂപത്തെ ദർശിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു, ആ നിമിഷം മുതൽ നമുക്ക് മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ച് പോകുന്നതിനെ അല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പരമാത്മാവിനെ അറിഞ്ഞ് ആ പരമാത്മാവിൽ ലയിച്ചുകൊണ്ട് പരമാനന്ദത്തോടെ ലൗകിക സുഖങ്ങളെല്ലാം ഒന്നുമല്ല എന്ന് നമുക്ക് ഏത് നിമിഷമാണോ മനസ്സിലാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപമാണ് സർവസ്വവും എന്നറിഞ്ഞ് അഹങ്കാരം, ഞാൻ ചെയ്യുന്നു, ഞാൻ പറയുന്നു, എൻ്റേത് ഞാൻ എന്നുള്ള അഹങ്കാരം നശിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മോക്ഷം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഭഗവത് സ്വരൂപത്തിൻ്റെ ജ്ഞാനം ഉണ്ടായിക്കഴിയുമ്പോൾ തന്നെ അഹങ്കാരം നശിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി.
വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ. വിദ്യത എന്ന് പറഞ്ഞാൽ ഭേദിക്കുന്നു എന്നർത്ഥം. ക്ഷീയന്തേ സഹസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.